കഴിഞ്ഞ ദിവസമായിരുന്നു NSSും SNDPയും തമ്മിൽ ഐക്യം ചേർന്നതും പിന്നീട് 9 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഐക്യം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടിയുമായി സുകുമാരൻ നായർ രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ അന്ന് ചോദിച്ചിരുന്നു ഇത്തരത്തിൽ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ ലഭിച്ചത് കൊണ്ടാണോ NSSന്റെ ഈ ഒരു പിന്മാറ്റം എന്നുള്ളത്. അതേ എന്നുള്ള ഉത്തരവുമായാണ് സുകുമാരൻ നായർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കുശുമ്പാണ് എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ തള്ളിക്കളയാൻ സാധിക്കുമോ, അതോ അദ്ദേഹം കൃത്യമായി ഒരു പ്ലാനിങ്ങോട് കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന SNDPയുടെ ഉദ്ദേശം ശരിയല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്തായിരിക്കും? NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞ കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ഈ വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ പരാമർശങ്ങൾ, വർഗീയതയുമായുള്ള പ്രശ്നങ്ങൾ അത് മാത്രമാണ് കാരണമെന്ന് പറയാതെ പത്മഭൂഷൺ കിട്ടിയതിൽ എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് പറയുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യ ദിവസം തന്നെ ഈ പത്മ അവാർഡ്സ് ഡിക്ലെയർ ചെയ്ത അന്ന് തന്നെ നമ്മൾ സംസാരിച്ച ഒരു കാര്യത്തിലേക്കാണ് എത്തുന്നത്. ഇതിന് പിന്നിൽ ഒരു നറേറ്റീവ് ഉണ്ട്, ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്, ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അതായത് ഈ പത്മ അവാർഡ്സ് കൊടുക്കുന്നതോടുകൂടി ഈ പറഞ്ഞ വരുന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളത്. അത് പ്രത്യേകിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും എല്ലാം വരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാനുള്ള വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇത് എന്നൊക്കെയാണ്. ഇതിന് പിന്നിലെ മറ്റൊരു സൂചന എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് ഭാരത് രത്ന ഡിക്ലെയർ ചെയ്ത സമയത്തും ഇതുപോലൊരു നറേറ്റീവ് വന്നിട്ടുണ്ട്. കർപ്പൂരി താക്കൂറിന് ഈ ഒരു അവാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അതിനൊരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം BJP കൃത്യമായി വോട്ട് പിടിക്കാൻ വേണ്ടി, ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ രണ്ടുപേർക്കും പത്മവിഭൂഷൺ കൊടുത്തത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട്, സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുകുമാരൻ നായർ ചോദിക്കുന്നതിലും സംശയമില്ല. അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളിക്ക് കൊടുത്തു, എനിക്ക് എന്താ തരാത്തത് എന്നല്ല അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇപ്പോൾ നമ്മളുമായി ഒരു NSSുമായി SNDP ഒരു യോഗം വിളിച്ചാൽ, ഒരു മീറ്റിംഗ് വിളിച്ചാൽ BJPയുടെ ഒരു നേതാവിനെയാണ് പറഞ്ഞു വിടുന്നത്. ഇവരെന്താണ് ശ്രമിക്കുന്നത്? കേരളത്തിൽ BJPക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ സമുദായങ്ങളെ അവർ യൂസ് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഒരു സാമൂഹിക ഐക്യമാണ്, ഈ സംഘടനകൾ തമ്മിലുള്ള വ്യക്തമായ ഒരു ഐക്യം, പല കാര്യങ്ങളും പല മേഖലകളിലും ഈ ഐക്യം മുന്നോട്ട് പോകണമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ BJPയുടെ ഉള്ളിലുള്ളത് വോട്ട് രാഷ്ട്രീയം മാത്രമാണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സംഭവം വാലിഡ് ആണ്, എന്ത് പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ദിവസം ഒക്കെ ട്രോൾ ചെയ്തതുപോലെ എനിക്ക് പത്മ കഫേ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തമാശയല്ല സംഭവം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ആണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ഒരു പത്മ അവാർഡിനെ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ സംസാരിച്ചപ്പോൾ പലപ്പോഴായി പലരും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു അവാർഡ് ലഭിച്ചതാണെങ്കിലും VS അച്യുതാനന്ദൻ അവാർഡ് ലഭിച്ചതാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഒരു ശുപാർശയോട് കൂടി ആയിരുന്നില്ല എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് VSന് അവാർഡ് ലഭിച്ചത് പോലും VSന് അവാർഡ് ലഭിച്ചു, അതിനെ അംഗീകരിക്കുന്നു, അദ്ദേഹം അതിന് അർഹിക്കപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അവാർഡുകൾക്ക് വിലയുണ്ടാകുന്നത് അത് അർഹിക്കപ്പെടുന്നവരുടെ കയ്യിലെത്തുമ്പോഴാണ്. വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലെത്തിയപ്പോൾ അതിനെ പലരും പുച്ഛത്തോടെ കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമ്മൾ കേട്ട ഒരു കാര്യമാണ്, NSSും SNDPയും ഒരുമിച്ച് ചേരുന്നു. VD സതീശനെ ഇല്ലാതാക്കാൻ പറവൂരിൽ NSSും SNDPയും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ BJPയുടെ കാൻഡിഡേറ്റായി തുഷാർ വെള്ളാപ്പള്ളിയെ ഇറക്കുന്നു. അന്നേ നമുക്കൊരു കണക്ഷൻ പ്രോബ്ലം തോന്നിയിരുന്നു. കാരണം SNDP നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ LDFുമായി ചേർന്നാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ CPMമായി ചേർന്നാണ് നിൽക്കുന്നത്. NSS ആണെങ്കിലും പ്രത്യേകിച്ച് BJPയുമായി അനുഭവം കൊണ്ട് നമുക്ക് ഇതിന് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ പിന്നെ എന്തിന് തുഷാർ വെള്ളാപ്പള്ളിയെ പറവൂർ ഇവർ ഇറക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അനുനയ സംഭാഷണത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പല യോഗങ്ങളിലും സംസാരിക്കാൻ വേണ്ടി ഇറക്കുന്നത് BDJSന്റെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ NDAയുടെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നുള്ളത്. അവിടെയാണ് ഈ പറയുന്ന NSSന്റെ ഈ സുകുമാരൻ നായർക്കാണെങ്കിൽ പോലും സംശയം വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായി പരസ്പരം സംസാരിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, യോഗമൊക്കെ വിളിക്കുന്ന സമയത്ത് വരുന്നത് പ്രമുഖനായ NDAയുടെ നേതാവാണ്. പേരെടുത്ത് അദ്ദേഹം പറയുന്നില്ല, പക്ഷെ പ്രമുഖനായ NDAയുടെ നേതാവാണ്. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ ഒരു അവാർഡ് വെള്ളാപ്പള്ളിക്ക് ലഭിക്കുന്നു. ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് യാഥാർത്ഥ്യം തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്നുള്ളത് CPMന്റെയും BJPയുടെയും ഒരുപോലെയുള്ള അജണ്ടയാണെങ്കിലും അത് ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഇവിടെ ഇപ്പോൾ തുറന്നു കാണിക്കപ്പെടുന്നത്. ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ഈ പറയുന്ന NSSും SNDPയും തമ്മിലുള്ള ഐക്യം ഈ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ളതാണ്. ഇവർ തമ്മിൽ ഇതിനു മുൻപും പലപ്പോഴുമായി ഐക്യം ചേരുകയും പിന്നീട് വേണ്ടെന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഒരു പിന്മാറ്റം ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു മുൻ BDJS നേതാവായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ വെള്ളാപ്പള്ളിയുടെ കുറെ കർക്കശമായ നിലപാടുകൾ എന്ന് പറയാൻ പറ്റില്ല, ഇരട്ടത്താപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും,
അതുപോലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അത് ഒരു BDJSന്റെ ഒരു സ്പോക്സ് പേഴ്സൺ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് മാത്രമേ അതിനുള്ളൂ. ഈ വെള്ളാപ്പള്ളി പറയുന്ന കുറെ കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. ഈ പറയുന്ന വർഗീയത കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു കാലത്തും കേരളത്തിൽ വിലപ്പോകില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അത് കേൾക്കുന്നവരുണ്ടാകാം, ഈ സാമൂഹ്യ സ്പർദ്ധയുണ്ടാകാം, ഈ വോട്ട് സ്പ്ലിറ്റിംഗ് ഉണ്ടാകുമായിരിക്കാം. പക്ഷെ വലിയൊരു വിഭാഗത്തിന് ഈ പറയുന്നതെല്ലാം വെറും വിടുവായുത്തരമാണ് എന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ ഇതിനോടൊക്കെ കിടപിടിച്ച് നിൽക്കാൻ, ഇതിന്റെയൊക്കെ കൂട്ടുപിടിക്കേണ്ട ഗതികേട് നമുക്കുണ്ടല്ലോ എന്ന് പറയാനുള്ള ആർജവം ജി സുകുമാരൻ നായർക്കുണ്ട്. പക്ഷേ അത് പിണറായി വിജയൻ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നമ്മുടെ CPIയുടെ മുതിർന്ന നേതാവായ ബിനോയ് വിശ്വം പോലും വെള്ളാപ്പള്ളിക്കെതിരെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു പിണറായി ചെയ്തത്. അല്ല, മൗനം പാലിച്ചൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ബിനോയ് വിശ്വത്തിനെതിരെ കൃത്യമായി തിരിച്ചടിച്ചിരുന്നു പിണറായി വിജയൻ. വെള്ളാപ്പള്ളി ആർക്കും ഒന്നും പറയാൻ പിണറായി വിജയൻ കൊക്കിന് ജീവനുള്ളിടത്തോളം ഇനി അനുവദിക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയാതെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഘടകകക്ഷിയായ CPIയുടെ അടുത്ത് ഇങ്ങനെയാണ് പിണറായിയുടെ സമീപനമെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധം എന്താണ്. അപ്പോൾ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിക്കുന്നത് ആരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. പക്ഷേ ജി സുകുമാരൻ നായർക്ക് അത്തരം ഒരു രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ടാകാം അതൊരു തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് പത്മ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അദ്ദേഹം നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് പ്രശ്നം, ഇതിലൊരു അജണ്ടയുണ്ട്, അതിനോട് ഒത്തുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഇത് സംശയാസ്പദമാണ്. അത് അദ്ദേഹം പറഞ്ഞാലും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ അജണ്ടയുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പത്മ അവാർഡ് കിട്ടിയത്? എല്ലാരും ഞെട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിങ്ങനെ ഇതിന്റെ ഈ റിപ്പോർട്ട് എടുത്ത് വെബ്സൈറ്റിൽ നിന്ന് ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇങ്ങനെ കേരള എന്നുള്ള പേരിൽ ഇങ്ങനെ വായിച്ച് വരുമ്പോ വെള്ളാപ്പള്ളി നടേശൻ പോയതാണോ എന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ വെള്ളാപ്പള്ളിക്ക് എങ്ങനെയാ കിട്ടുക എന്നുള്ളൊരു സാധാരണ പൗരന്റെ ഒരു സംശയം, ഏതൊരു മലയാളിക്കും തോന്നുന്ന ഒരു സംശയം എനിക്കും തോന്നി. അപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നുള്ളൊരു ചോദ്യം ആദ്യം വരുന്നു. ഇനി സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്ത ആളാണോ എന്നുള്ള സംശയം വരുന്നു. ഈ സംശയങ്ങളെല്ലാം സാധാരണ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. നമ്മൾ പുറത്ത് പറയുന്നത് പോലെ ജി സുകുമാരൻ നായർ അത് പുറത്ത് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഈ പറയുന്ന സുകുമാരൻ നായരുടെ ആശയങ്ങൾ എന്തോ ആയിക്കോട്ടെ, NSSന്റെ ആശയങ്ങൾ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതുമായ പല കാര്യങ്ങൾ, പല ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തന്നെയും, അല്ലെങ്കിൽ എല്ലാവരും എന്ന് പറയുന്നില്ല, എന്നാലും ഒരു വിഭാഗം ജനങ്ങൾ സുകുമാരൻ നായരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NSSും SNDPയും ചേർന്ന് പോകുന്നത് രണ്ട് മതസംഘടനകളാണ്, സമുദായ സംഘടനകളാണ്. ചേർന്ന് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അജണ്ട മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ജി സുകുമാരൻ നായരെ ഇപ്പോൾ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ ഒരുപടി മുകളിലേക്ക് ജനങ്ങളുടെ മനസ്സിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.